സ്വാമിജിക്ക് ഒന്ന് അപ്പുറത്തേക്ക് നിൽക്കാം. ഞാനൊരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിസ് പാർവതി അന്വേഷിച്ചു വന്നത്. എക്സ്ക്യൂസ് മീ, ദയവ് ചെയ്ത് ആ പേര് വിളിക്കാതിരുന്നാൽ കൊള്ളാം. ഭഗിനി എന്നോ സ്വാമിനി എന്നോ താങ്കൾക്ക് എന്നെ അഡ്രസ് ചെയ്യാം. രണ്ടും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്റർ എന്ന് വിളിച്ചോളൂ. മറ്റത് ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. ഒരു മിസ്റ്റർ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വകാര്യ മേശയിൽ ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വിട്ട് ഒരു പേഴ്സണൽ ഡയറിക്കുള്ളിൽ സിസ്റ്ററിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അറിയായിരുന്നു. കുറെ കൂടെ തെളിച്ചു പറഞ്ഞാൽ? ഞങ്ങൾ ഒന്നിച്ച് കുറച്ചു കാലം ഒരു കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. അതല്ലാതെ നിങ്ങൾ തമ്മിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ആശ്രമത്തിന്റെ അറ്റ്മോസ്ഫിയർ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കുറച്ച് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. 17 കൊല്ലത്തിനപ്പുറത്തെ ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസും കുറെ പ്രത്യേകതരം ദിവസങ്ങളും. അതിനെപ്പറ്റി ഇപ്പൊ തിരക്കുന്നത് വേണ്ടി വന്നതുകൊണ്ടല്ലേ? നിങ്ങൾ അറിഞ്ഞത് കുറേയൊക്കെ ശരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ സിസ്റ്റർ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞ്? എന്ന് വേണമെങ്കിലും പറയാം. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഈ ആശ്രമത്തിൽ? ഇല്ല. സിസ്റ്റർ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കണ്ടിട്ടേ ഇല്ല? ഇല്ല. അദ്ദേഹം മരിക്കുന്നവരെ? ഇല്ല. മരിച്ചതിന് ശേഷവും? ഇല്ല. ഈ പറഞ്ഞ ദിവസം, അതായത് ജനുവരി 18-ാം തീയതി നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലേക്ക് തന്നെയാണോ പോയത്? അതെ. ആ രാത്രി അവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞത്? അതെ. അതിനവിടെ രജിസ്റ്റർ ഉണ്ട്. താങ്ക് യു. ഞാൻ അത് അവിടെ ചെക്ക് ചെയ്തോളാം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്.